ഉപകരണക്ഷാമം വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ സർക്കാർ നീക്കം പാളുന്നു. ഡോക്ടർ ഹാരിസ് മേധാവിയായ യൂറോളജി വിഭാഗത്തിൽ ഉപകരണം കാണാതായി എന്നായിരുന്നു രാവിലെ ആരോഗ്യമന്ത്രിയുടെ ആരോപണം. എന്നാൽ ഓസിലോസ്കോപ്പ് കാണാതായത് 2 വർഷം മുൻപാണ്. ഡോക്ടർ ഹാരിസ് വകുപ്പ് മേധാവിയായിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇപ്പോൾ MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിന് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, പ്രത്യക്ഷമായി അല്ലെങ്കിലും ഡോക്ടർ ഹാരിസിലേക്ക് തന്നെയായിരുന്നു ഈ ഒരു ആരോപണവും കടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് വ്യക്തമാകുന്നത്? സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇങ്ങനെ പറയുമ്പോൾ, മന്ത്രി തന്നെ ഇതേക്കുറിച്ച് ഇങ്ങനൊരു ഉപകരണം കാണാതെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ എല്ലാ വിരലുകളും ചൂണ്ടുക ഡോക്ടർ ഹാരിസ് ചിറക്കലിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ യൂറോളജി വിഭാഗം മേധാവിയായിട്ട് സ്ഥാനമേറ്റെടുത്തിട്ട് 1 വർഷമാകുന്നതേ ഉള്ളൂ. എന്നാൽ മന്ത്രി പറയുന്ന യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഉപകരണം കാണാതെ പോയ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം കാണാതെ പോയത് 2 വർഷം മുമ്പാണ്. തിരുവനന്തപുരത്തിൻ്റെ MP ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂരാണ് ഈ ഓസിലോസ്കോപ്പ് യൂറോളജി വിഭാഗത്തിന് വാങ്ങി നൽകിയത്. ഈ ഉപകരണം 2 വർഷം മുമ്പ് മെഡിക്കൽ യൂറോളജി വിഭാഗത്തിൽ നിന്ന് കാണാതെ പോയി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെന്തായാലും അത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി അല്ല എന്നുള്ള കാര്യം കൂടി ഇതിലൂടെ പുറത്തു വരികയാണ്. എന്തായാലും ഈ ഒരു സമയത്ത്, അതായത് ഉപകരണമില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ള കാര്യം ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുറന്നു പറഞ്ഞതിന് പിന്നാലെ അത് വലിയ വിവാദമായിരുന്നു. അതേ തുടർന്നുകൊണ്ട് ഒരു വിദഗ്ധ സമിതി അന്വേഷണം നടത്തുകയും വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് മുമ്പാകെ ലഭിക്കുകയും ചെയ്തതാണ്. ആ റിപ്പോർട്ടിന് പിന്നാലെയാണ് മന്ത്രി ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയക്കണം എന്നുള്ള കാര്യം പറയുകയും അതുപ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് ലഭിക്കുകയും ചെയ്തത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്. അതേ ദിവസം തന്നെ ഡോക്ടറിന്റെ പ്രതികരണം വന്ന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് മന്ത്രി വീണ ജോർജ് കൂടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ ഒരു ഉപകരണം യൂറോളജി വിഭാഗത്തിൽ നിന്ന് കാണാതെ പോയി എന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ ഇതെന്ന് കാണാതെ പോയി എന്നുള്ളതിനെക്കുറിച്ച് മന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും ഡോക്ടർ ഹാരിസ് ചിറക്കലിലേക്കാണ് വിരൽ ചൂണ്ടിയത്. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഡോക്ടറെ മോഷണ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും അങ്ങനെ ഒരു കാര്യമില്ല, അതിന് വസ്തുതയില്ല. ഇതേക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കലിന് അറിയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാകുന്നതിന് മുൻപ് തന്നെ ഈ ഉപകരണം അവിടുന്ന് കാണാതായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം ഇനി എന്തായാലും നടക്കും. അത് പോലീസിൽ മെഡിക്കൽ കോളേജ് അധികൃതർ പരാതി കൊടുക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം മൂത്രാശയ കല്ലുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ കേടായിട്ടുണ്ട്. ഇത് സാധാരണ നിലയിൽ തനിയെ കേടാവുകയില്ല. ഇത് ആരെങ്കിലും ബോധപൂർവം കേടാക്കിയെങ്കിൽ മാത്രമേ കേടാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി സമിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കേടായി എന്നുള്ള വിവരമാണ് അതറിയേണ്ടത്. അത് നേരത്തെ അല്ല കേടായത്, അത് ഈ അടുത്ത കാലത്ത് കേടായതാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പ് പോലീസിൽ പരാതി കൊടുത്ത് പോലീസിന്റെ അന്വേഷണം ഉണ്ടാവുകയും ചെയ്യും. അമൃത. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.